അല്ല, അതിനു മുമ്പ് ഇവിടെ മുസ്ലിം സംഘടനകൾ, ന്യൂനപക്ഷ സംഘടനകൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ അത് കേരളത്തിൽ വലിയ മതേതരത്വമാണ്. ഇപ്പോ കാന്തപുരവും ലീഗും യോജിക്കണം എന്ന് പറയുന്നു. EK സുന്നിയും AP സുന്നിയും ഒന്നാവുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയുന്നു ഭരണം കിട്ടിയാൽ അത് സമുദായ താൽപര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനൊന്നും ആർക്കും പരാതിയില്ല. ആകെ പരാതി NSSും SNDPയും അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായരും ഒരു ചായ കുടിക്കാൻ ഒരുമിച്ചിരുന്നാൽ അത് കേരളത്തിൽ വലിയ വർഗീയത. ഈ പ്രചാരവേല കഴിഞ്ഞ 30-40 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ന്യൂനപക്ഷങ്ങൾ അവരുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏത് നിലപാട് സ്വീകരിച്ചാലും സോക്കോൾഡ് മതേതര പാർട്ടികളെല്ലാവരും അതിനെ ഒരു മതേതര നിലപാടായി ഉയർത്തിക്കാണിക്കും. ഭൂരിപക്ഷ സമുദായത്തിൽ എല്ലാവരും തമ്മിലടിച്ച് പിരിഞ്ഞ് അവർ നശിച്ചുകൊള്ളണം എന്നുള്ള ഒരു താൽപര്യമാണ് പ്രധാനപ്പെട്ട മുന്നണികൾക്കെല്ലാം കേരളത്തിലുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായരും ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്ക് യോജിക്കാം. പക്ഷേ ഭൂരിപക്ഷ ഐക്യം എന്നുള്ളത് ഒരു പേടി സ്വപ്നമാണ് കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അല്ല, ബിജെപിയുടെ കാര്യം പറയുമ്പോൾ ഈ ഹിന്ദുക്കളുടെ ഒരു കുത്തകയാണ് ബിജെപി കരുതുന്നതെന്നും പുള്ളി പറഞ്ഞു. ബിജെപിക്കെതിരെ രൂക്ഷമായി അല്ല, അതിപ്പോ നായർ സുരേഷ് ഗോപിയുടെ സന്ദർശനം അതൊക്കെ ശരിയാണ്. അതിപ്പോ നായർ സമുദായത്തിന്റെ കുത്തക ഏതെങ്കിലും സംഘടനയ്ക്കല്ല, ഈഴവ സമുദായത്തിന്റെ കുത്തക ഏതെങ്കിലും സംഘടനയ്ക്കല്ല. അപ്പൊ അത്തരം പരാമർശങ്ങളെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. കാരണം അത് അതിനുള്ള സ്വാതന്ത്ര്യം, BJPയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ സംഘടനകൾക്കുണ്ട്, സമുദായ സംഘടനകൾ പ്രത്യേകിച്ചുണ്ട്. ഞങ്ങള് പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് എല്ലാ കാലത്തും സമുദായ സംഘടനകളോട് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യം ഉണ്ടാവേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളം പോലെ ഏതാണ്ട് 50% മാത്രം ആയി കഴിഞ്ഞിരിക്കുന്ന ഒരു ഭൂരിപക്ഷ സമൂഹത്തിന് അത്തരം ഐക്യപ്പെടൽ നല്ലതാണ് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു പ്രസ്താവന ചൂണ്ടിക്കാണിച്ച് അതിനെ തകർക്കുന്ന ഒരു നീക്കവും ഉണ്ടാവരുതെന്നാണ് ഞങ്ങളുടെ സമീപനം. ഈ മലപ്പുറത്തും കാസർഗോഡും ജയിച്ച ആളുകളുടെ പേരുകൾ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ധ്രുവീകരണം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകുന്നതാണ്. ഇന്നലെ മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. സജി ചെറിയാൻ ഇത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്രസ്താവനയാണ്. സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ ആരുടെ പിന്തുണയിലാണ് ജയിക്കുന്നതെന്ന് മാലവർക്ക് എല്ലാവർക്കും അറിയാം. ചെങ്ങന്നൂർ മണ്ഡലത്തിലുടനീളം നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി സജി ചെറിയാന്റെ കൂടെയാണ്. ഞാൻ നിങ്ങൾക്ക് 1000 തെളിവുകൾ തരാം. ചെങ്ങന്നൂർ മണ്ഡലം മുഴുവൻ, സജി ചെറിയാൻ ജയിച്ചിട്ടുള്ള ചെങ്ങന്നൂർ മണ്ഡലം മുഴുവൻ SDPI PFI സംഘങ്ങൾ പൂർണ്ണമായിട്ടും സജി ചെറിയാന്റെ കൂടെയാണ്. ഇപ്പോ 4 ഹിന്ദു വോട്ട് ചാക്കിലാക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് സജി ചെറിയാൻ ഇത് പറയുന്നതെങ്കിൽ അത് നടപ്പില്ല മോനെ സജി ചെറിയാനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.